ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിതാ ജൂൺ 2 ആണ്, സ്കൂൾ തുറന്നിട്ട് രണ്ടാമത്തെ ദിവസമായി. എല്ലാവരും സ്കൂളിൽ പോയി, ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. മുത്തശ്ശൻ ദാ രാവിലെ തന്നെ വന്നിട്ട് പത്രമൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സച്ചുവിന് കൊണ്ടുപോകാനുള്ള ബോക്സും ബുക്കും പ്ലേറ്റും വാട്ടർ ബോട്ടിലൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ബാഗിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതാ ഒരു ടവലും കൂടി സെപ്പറേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറും റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ രാവിലത്തേക്കുള്ള ഇഡ്ഡലിയും ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തിരക്കുള്ള ദിവസമൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കാറ്. അങ്ങനെ ദാ സച്ചു കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയ യൂണിഫോമൊക്കെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും കുറച്ച് നേരത്തെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ അവൻ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ, വണ്ടി വരാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഞാനാണ് ബസ് കയറ്റി വിടാറ്. അപ്പോൾ അവനെ തനിയെ അതൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ബസ് കയറി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദാ ടാറ്റയൊക്കെ തന്ന് നമ്മുടെ ചെക്കൻ പോയി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ ഞാൻ വേഗം തന്നെ ദാ വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി തുടച്ചിട്ടിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ ഞാൻ ദാ ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നു കേട്ടോ. പിന്നെ ദാ ഇവിടെ കുറച്ച് വിരിപ്പൊക്കെ വിരിക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വിരിച്ച് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് കുറച്ച് ഫുഡ് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറൈറ്റി ഒന്നും അല്ല, ഒരു പൊറോട്ടയും പിന്നെ 2 ഇഡ്ഡലിയും പിന്നെ ചിക്കൻ ചാറുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനിനി ഉച്ചത്തേക്കുള്ള രസം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിന് ഞാൻ ഉണ്ടാക്കുന്ന കറിയാണ് രസം. അങ്ങനെ രസത്തിൻ്റെ കൂട്ടൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം കുറച്ച് പുളിവെള്ളവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഓൾറെഡി ഇതാ അമ്മ തരണ്ടിമീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതാ രസവും തരണ്ടിമീനും കണ്ണിമാങ്ങ അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഫുഡ് അടിച്ചിട്ടുണ്ട്. പിന്നെ അതാ ടി വിയിൽ തലയണ മന്ത്രം സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അത് വന്നാൽ ഞാൻ കാണലുണ്ട് കേട്ടോ, കാരണം നല്ല കോമഡി അല്ലേ. പിന്നെ ഞാൻ ഒറ്റയ്ക്കായ വിഷമത്തിൽ ഒരു ഐസ്ക്രീമും കൂടി എടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ 4 മണിയായപ്പോൾ അതാ സച്ചൂട്ടൻ വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവനെ ഞാൻ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനോട് ഞാൻ എവിടെ പോവുക ചോദിച്ചപ്പോൾ ടൗണിലേക്ക് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. പിന്നെ അതാ ചായ വെച്ചിട്ടുണ്ട്. പിന്നെ മുത്തശ്ശൻ വന്നപ്പോൾ പരിപ്പ് വടയും കൊണ്ടുവന്നു, അതും കഴിച്ചു. അപ്പോഴേക്കും ദാ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ദാ വൈകിട്ടായപ്പോഴേക്കും കുറച്ച് ഡിക്റ്റേഷൻ വേർഡ്സ് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടി അത് പഠിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഇതാ കുറച്ച് മാങ്ങാപ്പഴം കിട്ടിയത്. ചെത്തി നമുക്ക് ഷെയ്ക്ക് അടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഷെയ്ക്ക് അടിച്ചു കേട്ടോ. അങ്ങനെ നൈറ്റ് ഇനി എന്ത് വെറൈറ്റി കഴിക്കുമെന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് കേട്ടോ രാവിലത്തെ ഇഡ്ഡലിയുടെ ബാക്കി എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഇതേപോലെ വെറൈറ്റി കഴിക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവും, ചോറല്ലാതെ. അപ്പോൾ ഞാൻ വേഗം തന്നെ അതാ ഒരു ഇഡ്ഡലി ഉപ്മാവ് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. ഒന്ന് കടുക് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇഡ്ഡലി നമ്മൾ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കുക. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കോംബോ ആയിട്ട് എന്ത് കഴിക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ കണ്ണിൽ മുട്ട പെട്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മുട്ടയും കൂടി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പപ്പടവും കൂടി കാച്ചിട്ടോ. അങ്ങനെ ഇന്നത്തെ നൈറ്റ് ഉഷാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ വെറൈറ്റീസ് എന്തെങ്കിലുമൊക്കെ ചോറല്ലാതെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് തോന്നലുണ്ട്. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ കിടന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.